ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ചിക്കൻ കറിയുടെ രുചിയിൽ എങ്ങനെയാണ് ഒരു അടിപൊളി വെള്ളക്കടലക്കറി ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് സവാള സോഫ്റ്റ് ആയി വന്നോളും. പിന്നെ ഞാനിപ്പോ ഈ കടലക്കറി പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സവാളയൊക്കെ വഴറ്റുന്നത് പ്രഷർ കുക്കറിൽ കാണിക്കുമ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പാനിൽ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ കറി മസാല. അപ്പൊ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ചിക്കൻ കറി മസാല അതുപോലെ വലിയ ജീരകം പൊടിച്ചത് ഈ കറിയിൽ എന്തായാലും ചേർക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ കറിയുടെ ഫ്ലേവറുള്ള നല്ലൊരു അടിപൊളി കടലക്കറി നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഈ തക്കാളി നന്നായി ഒന്ന് വേവിച്ചുടച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ പെട്ടെന്ന് തക്കാളി വെന്തുടഞ്ഞു വന്നോളും. അപ്പൊ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ തവി വെച്ചൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പൊ 250 ml കപ്പിന് 1 കപ്പ് കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിനി ഈ കടല പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സവാളയൊക്കെ വഴറ്റിയത് പ്രഷർ കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയുടെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറി അത്യാവശ്യം ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഞാൻ ഒരു 6 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കുക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ 6 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് കുക്കറിലെ ആവിയൊക്കെ പോയതിനു ശേഷമാണ് ഓപ്പൺ ചെയ്യാറ്. അങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം കടല കുക്കായി വന്നിട്ടുണ്ടാവും. പിന്നെ എല്ലാ പ്രഷർ കുക്കറിലും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ, വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആവി എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇപ്പൊ നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുള്ളത്. നമുക്ക് കടല കുക്കായോ എന്ന് നോക്കാം. നല്ല ചൂടുണ്ട് കണ്ടോ. കടല ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചാൽ ഉടഞ്ഞു പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ തിക്ക് ഗ്രേവിയുള്ള കറി തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഉള്ളി വഴറ്റിയ പാനിലോട്ട് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ കടലക്കറി. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല ഒരു ബൗളിലോട്ട് മാറ്റണം. എന്നിട്ട് ഈ കടല ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നല്ല തിക്ക് ഗ്രേവി ഉള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കണം. നല്ല ചൂടുള്ള കടലയാണ്. അപ്പൊ നമ്മൾ ഈ കടലയിലേക്ക് വെള്ളം ചേർക്കുന്നത് നല്ല തണുത്ത വെള്ളം വേണം, അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആകെ പുറത്തേക്കൊക്കെ തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മളൊരു തവി വെച്ച് കുറച്ച് കടല എടുത്ത് നന്നായി ഒന്ന് ഉടച്ചെടുത്താലും മതി. എന്നാലും നല്ല തിക്ക് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, മിക്സിയുടെ ജാറിലേക്ക് ഇടുന്ന ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ജാറ്. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയുള്ള കടലക്കറി കിട്ടും. ഇപ്പോൾ കടലക്കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. അത്രയും മതി. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കുള്ള കറിയായി മാറും. അപ്പോൾ ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പത്തിൻ്റെയും നൂൽപുട്ടിൻ്റെയും പുട്ടിൻ്റെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ ഫ്ലേവറിലുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്